പ്ലസ് ടു കോമേഴ്സ് ഫാമിലി. അപ്പോൾ നിങ്ങളുടെ തേർഡ് ടേം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും തേർഡ് ടേമിൻ്റെ പോർഷൻ ഒന്നും തീർന്നു പോലില്ല, അതിന് മുന്നേ അടുത്ത മാസം എന്താണ് നമ്മുടെ മോഡൽ എക്സാം ആണ്. അപ്പോൾ ഈ ഒരു 1 മന്ത് കൊണ്ട് നമുക്കിനി ബാക്കിയുള്ള ഒരു 2, 3, 4 ചാപ്റ്റേഴ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ അവർ കവർ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് അധികം സമയമില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓരോ പഠിപ്പിക്കുന്ന പോർഷൻസ് അപ്പോൾ തന്നെ പഠിച്ച് തീർക്കുവാണെങ്കിൽ വളരെ സേഫായിട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാം നല്ല സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ പ്ലസ് ടു സ്റ്റുഡൻസിനോട് പ്രത്യേകം പറയാനായിട്ടൊരു കാര്യമുണ്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ പോർഷൻസ് തേർഡ് ടേമിൻ്റെ പോർഷൻസ് കവർ ചെയ്യുക. സെക്കൻഡ് വൺ ഇസ് നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ട്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലാബും കാണും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു സംഭവമാണ്, നിങ്ങളെല്ലാവരും മറക്കുന്ന ഒരു കാര്യമുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം. നിങ്ങൾ ആരെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. എന്നിട്ടാണ് മെയിൻ എക്സാമിലേക്ക് നമ്മൾ ഫുള്ളി പ്രിപ്പയർ ആവുന്നത്. അതായത് നിങ്ങൾ ഈ വർഷം എഴുതുന്ന ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആവുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ ഡിലേ ആണ്. നിങ്ങൾ ഒരു ദിവസം പോലും ഈ വീഡിയോ കാണുവാണെങ്കിൽ അന്ന് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. പിന്നെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ അയച്ച വഴി നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ മെയിൻ എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വെക്കുന്നതായിരിക്കും. മോർണിംഗ് ബൂസ്റ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ദോഷമൊന്നുമില്ല, ഗുണങ്ങൾ മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് മോഡൽ എക്സാമിനേഷൻ 2026 നമുക്ക് കാണാനായിട്ട് പറ്റുന്ന കുറച്ച് ഡേറ്റുകൾ നമുക്ക് നോക്കാം. ആകെ 5 ഡേറ്റേ ഉള്ളൂ. കുറച്ച് ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് 5 ദിവസങ്ങളെ ഉള്ളൂ. 5 ദിവസം കൊണ്ട് എക്സാം ഡിം എന്ന് പറഞ്ഞങ്ങ് തീരും. ഓക്കെ, 16-ാം തീയതി തുടങ്ങി 21-ാം തീയതി സാധനം തീരും. സാറ്റർഡേ കൊണ്ട് മൺഡേ ടു സാറ്റർഡേ വരെ എക്സാം ഉള്ളൂ. അപ്പോൾ മൺഡേ 16-ാം തീയതി നമുക്ക് ഈ ഓപ്ഷണൽ സബ്ജക്ട്സ് ഒക്കെ ഉള്ളവരാണ് എഴുതുന്നത്. ശരിക്കുള്ള എക്സാം നമ്മുടെ 17th തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 17th നമ്മുടെ സ്വന്തം ഇംഗ്ലീഷാണ്, ഹരിസാറിൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇംഗ്ലീഷ് ഒരൊറ്റ എക്സാമേ ഉള്ളൂ. അന്ന് എന്താണ് ഫോർനൂൺ രാവിലെ തന്നെ പോയി എക്സാം ഒക്കെ എഴുതി തിരിച്ചു വരാം. 18-ാം തീയതി തൊട്ടടുത്ത ദിവസവും നമുക്ക് ഒറ്റ എക്സാമേ ഉള്ളൂ, അക്കൗണ്ടൻസി നല്ല നീറ്റായിട്ട് നമ്മുടെ ശ്രുതി മിസ്സും ബിൻസി മിസ്സും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ക്ലാസ്സുകളൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ കേൾക്കുക. ഇപ്പോഴേ അവർ ലൈവ് എടുക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടു പോകുക കേട്ടോ. അപ്പം അക്കൗണ്ടൻസി എക്സാമും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട് 19-ാം തീയതി തൊട്ട് 19th ഫെബ്രുവരി തൊട്ട് നമുക്ക് അങ്ങോട്ട് അംഗം തുടങ്ങുകയാണ്. കാരണം ഒരു ദിവസം 2 പരീക്ഷ വെച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. ഫോർനൂൺ രാവിലെ നിങ്ങൾ ഓപ്ഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, സ്റ്റാറ്റി ആണ് എടുത്തെങ്കിൽ സ്റ്റാറ്റി നിങ്ങൾക്ക് എക്സാം ഉണ്ട്. പിന്നെ ആഫ്റ്റർനൂണും അതുപോലെ തന്നെ മാത്സ് ഓപ്ഷനിൽ എടുത്തവർക്കും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തവർക്കും ആയിരിക്കും അന്നത്തെ എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വളരെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരിക്കും മോസ്റ്റ്ലി എല്ലാവരും എടുത്തിട്ടുള്ളത്. അപ്പം അത് നല്ല നീറ്റായിട്ട് പഠിക്കുക. നമ്മുടെ ബ്രിജിത മിസ് അത് നല്ല ക്ലാസ്സുകളൊക്കെ എടുത്ത് നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിരുന്ന് കാണുക. ആൻഡ് ലൈവ് ക്ലാസ്സുകൾ വരുമ്പോൾ കൃത്യസമയത്ത് കയറി ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക. പിന്നെ 20th നമുക്ക് ഗ്യാപ്പ് ഒന്നുമില്ല കേട്ടോ, ഒറ്റയടിക്ക് തന്നെയാണ് എക്സാമുകൾ നടക്കുന്നത്. അപ്പം 19 കഴിഞ്ഞ് 20-ാം തീയതി തന്നെ അടുത്ത എക്സാം ഉണ്ട്. അടുത്ത എക്സാം നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, ഹിന്ദി മലയാളം ഏത് ലാംഗ്വേജ് ആണെന്ന് നിങ്ങൾ എടുത്തിരിക്കുന്നത് ആ എക്സാമും. പിന്നെ അത് ഫോർനൂൺ രാവിലെയും വൈകുന്നേരം, അതായത് ഉച്ച കഴിഞ്ഞുള്ള സെഷൻ നമ്മുടെ സ്വന്തം ബിസിനസ് സ്റ്റഡീസാണ്, ഞാനും അനസ്യ മിസ്സും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ ലൈവുകളും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്, വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇരുന്ന് കാണുക. നിങ്ങളുടെ മോഡൽ എക്സാം എന്ന് പറയുന്നത് തേർഡ് ടേമിലെ മാത്രമല്ല, ആദ്യം തൊട്ട് ടേം 1 തൊട്ടുള്ള ഫുൾ ചാപ്റ്റേഴ്സാണ്. ബിസിനസ് സ്റ്റഡീസിനെ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 11 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, ഈ 11 ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കണം. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങളും കുറച്ചൊക്കെ നിങ്ങൾ നോക്കണം. ഇപ്പം നോക്കി വെച്ചാലേ ആ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മെയിൻ എക്സാമിന് വേണ്ടിയുള്ള പഠിത്തത്തിൻ്റെ ഇടയിൽ ഫുള്ളി ക്ലാഷ് ആയിപ്പോൾ. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 20-ാം തീയതി 2 പരീക്ഷയൊക്കെ എഴുതി നമ്മുടെ വയറൊക്കെ നിറഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം അടുത്ത പരീക്ഷ അല്ലേ, 21-ാം തീയതി അടുത്ത പരീക്ഷ വരുന്നുണ്ട്. അടുത്ത പരീക്ഷ നമുക്ക് എക്കണോമിക്സ് ആണ് വരുന്നത്. അപ്പം എക്കണോമിക്സ് എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ടിരുന്ന് പഠിക്കുക. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആവാം, ചിലപ്പോൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആവാം. എക്കണോമിക്സിൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയാണ് പറയുന്നത്. പാറ്റേൺ മാറുമോ ഇല്ലയോ എന്നുള്ള സാധ്യത നമ്മൾ ഈ ഒരു മോഡൽ എക്സാമിലൂടെ ആയിരിക്കും അറിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് പോയി എക്സാം എഴുതുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ വിഷ്ണു സാറും മരിയ മിസ്സും ഒക്കെ തരുന്നതായിരിക്കും. അപ്പം ഈ പറഞ്ഞ ഓരോ ടീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നമ്മുടെ ഈ ചാനലിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുവാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നിങ്ങൾക്ക് വേണ്ട വീഡിയോസും കണ്ടൻറ്റും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ടിരുന്ന് പഠിക്കുക. പിന്നെ ഇതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് രാവിലത്തെ എക്സാം 9:30 to 12:15 വരെ ആയിരിക്കും നടക്കുന്നത്. ഉച്ച കഴിഞ്ഞത്തെ സെഷൻ 1:30 to 4:15 വെച്ചായിരിക്കും നടക്കുന്നത്. ഓക്കെ, അപ്പം പിന്നെ നിങ്ങളുടെ ഇതിൻ്റെ ഇടയിൽ ലാബ് കാര്യങ്ങളൊക്കെ കാണും. അതും നന്നായിട്ടിരുന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുക. സോ സ്റ്റഡി വെൽ. നിങ്ങൾക്ക് ഇനിയും സമയം കളയാനായിട്ട് ഒട്ടുമില്ല. ഈ പറഞ്ഞ ഡേറ്റുകളൊക്കെ ഇപ്പം തന്നെ എഴുതി വെക്കുക. നിങ്ങൾ എവിടെയാണോ പഠിക്കാനിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഇപ്പോഴേ എഴുതുക. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഫോണിൽ എടുത്ത് വെച്ചാൽ മതിയല്ലോ, സ്ക്രീൻഷോട്ട് മതിയല്ലോ എന്ന്. അങ്ങനെയല്ല, നമ്മൾ എഴുതി എല്ലാ ദിവസവും നമ്മൾ ഇരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഒരു സ്പെഷ്യൽ
പ്ലേസ് കാണുമല്ലോ നമ്മളിരുന്ന് പഠിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ എപ്പോഴും ചുമ്മാ പോയി കുത്തിയിരിക്കുന്ന ഒരു സ്ഥലം കാണുമല്ലോ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ നിങ്ങൾ ഈ ടൈം ടേബിൾ കൊണ്ട് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഓ 16 തൊട്ട് എക്സാം തുടങ്ങുമല്ലേ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരാൻ വേണ്ടിയാണ്. അപ്പം ഇനി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1 മാസം ഇല്ല അല്ലേ. അപ്പോൾ 1 മാസം ഇല്ല. അപ്പോൾ അതുകൊണ്ട് അധികം സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ തേർഡ് ടേം കവർ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, മോഡൽ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. മോഡൽ എക്സാം നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ, അതായത് മോഡൽ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ പോയി എഴുതുവാണെങ്കിൽ ഏകദേശം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെങ്കിൽ എന്തുമാത്രം സമയം എനിക്ക് ഇന്ന സബ്ജക്ട്സിന് എനിക്ക് വരുന്നുണ്ട്, ഇംഗ്ലീഷിനൊക്കെ ഒത്തിരി എഴുതാൻ കാണുമല്ലോ. അപ്പോൾ വെറുതെ സമയം പോയത് കൊണ്ട് തന്നെ മാർക്ക് പോയെന്നുള്ളൊരു വിഷമം നിങ്ങൾക്ക് മെയിൻ എക്സാമിന് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മോഡൽ എക്സാമിന് പ്രിപ്പയർഡ് ആയിട്ട് പോയിരുന്ന് എഴുതുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ വെറുതെ കുറേ സമയം ആലോചിച്ച് പോകും. അതുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്തിട്ട് പോയി പരീക്ഷ എഴുതി നോക്കുക, നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം അതുകൊണ്ട് മറക്കണ്ട, ടൈം ടേബിൾ എഴുതി നിങ്ങളുടെ സ്റ്റഡി ടേബിളോ സ്റ്റഡി റൂമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൈനിങ് റൂമോ എവിടെയാണെന്ന് വെച്ചാൽ പാരൻസിനും കൂടെ കാണാൻ പറ്റുന്ന പോലെ അങ്ങ് എഴുതി വെക്കുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് ഉപദേശം വന്നോളും. ഓക്കെ, അപ്പം അതുകൊണ്ട് എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക, ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇംപ്രൂവ്മെൻറ്റ് എക്സാം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് ഒന്നുകൂടെ പറയുവാണ്, നമ്മുടെ ഈ സെയിം നമ്മുടെ ട്രിപ്പിൾ-ഐയുടെ തന്നെ +1 ചാനലുണ്ട്. +1 ചാനലിലും നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും എൻ്റെ കുഞ്ഞുങ്ങളിരുന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാമും കൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണം, അല്ലെങ്കിൽ കണ്ടൻറ്റ് വേണം, അല്ലെങ്കിൽ ഇന്ന ചാപ്റ്റർ കുറച്ച് പാടാണ് അതിനെ വെച്ച് ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസ് തരാമോ, അല്ലെങ്കിൽ PYQs ഒക്കെ വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ, ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു കമൻറ്റ് വായിച്ച് നമ്മൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ വെച്ച് കാണാം. എക്സാമിൻ്റെ സമയത്ത് സ്പെഷ്യൽ ലൈവ് ഒക്കെ ഉണ്ട്, അപ്പോൾ ആരും മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ലൈവുകളിൽ വെച്ച് കാണാം. ബൈ.